അങ്ങനെ വാലിബന്റെ ഒരു ടീസർ വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് ആ ടീസർ നമുക്ക് നോക്കാം. അതെ, എഫക്ട് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ എങ്ങനെയുണ്ട് സെറ്റപ്പ് എങ്ങനെയുണ്ട് നോക്കാം നോക്കാം. ഇനി അടുത്ത ഒടിയനാവോ? അതെ, ഇപ്പൊ അല്ല അങ്ങനെ പറയില്ലേ, ലാലേട്ടൻ നമുക്ക് അറിയാലോ. അതെ, പക്ഷെ കമന്റ് ബോക്സിൽ കുറെ പേര് പറയുന്നത് അടുത്ത ഒടിയനാണ് ഒടിയനാണ്. അപ്പൊ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. മനോരമ ഓൺലൈനല്ലേ? ഇത് മറ്റേ 6-ാം നമ്പൂരിലെ മറ്റേ സംഭവം പോലില്ലേ? ഓ, കൈ കട്ട മലൈക്കോട്ടെ വാലിബൻ കഴിഞ്ഞു. ഇത്രയുള്ളൂ. ഒരു ഐഡിയ ഇല്ല പടം എന്താണെന്നുള്ളത്. അപ്പോൾ ഇതില് ആകെ സംഭവം അറിയാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധ സന്യാസിമാരില്ലേ, അതിന്റെ ഇടയിലൊരു ഇങ്ങനത്തെ ഗുസ്തി താരം ജീവിക്കുമ്പോ എങ്ങനെയായിരിക്കും, അതാണ് ഇതിന്റെ സംഗതി. അല്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്ക് ഇപ്പൊ ഞാനൊരു മീൻസ് നമ്മളങ്ങനെ പറയാൻ പാടില്ല, എന്നാലും പറയാം. നമ്മള് പുലിമുരുകൻ 2016 ഇറങ്ങുമ്പോ അതിന് മുമ്പ് ഇറങ്ങിയ സിനിമ നിനക്ക് ഓർമ്മയില്ല? ഒപ്പം, പ്രിയദർശന്റെ ഒപ്പം. അത് വലിയ അത്ര ഭീകര പ്രതിഷേധം, ഓൾറെഡി ഇപ്പൊ കുറെ ട്രോളൊക്കെ വന്നിട്ടുള്ള സിനിമയാണ്. അതേപോലെ പുലിമുരുകൻ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഒപ്പത്തിന്റെ ടീച്ചർ നല്ല ടീച്ചറായിരുന്നു. അതെ, ടീച്ചർ നല്ലതായിക്കോട്ടെ, പക്ഷെ അതിൽ കുറെ ട്രോളുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ട്രോളില് എന്തുണ്ടായിരുന്നത്, അതായത് വാച്ചിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് കളിയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പടം എന്തുണ്ടായി? ഹിറ്റായി അല്ലെ? 60 കോടി അതിന് മേലെ കളക്ഷൻ അന്ന് നേടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന പടമാണ് പുലിമുരുകൻ. അതിന് ചരിത്രം. പുലിമുരുകന് ഇടികൊണ്ടതൊക്കെ ഓർമ്മയുണ്ടാവും അറിയില്ല. ഇപ്പോ ഇതില് ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകളും ഇടികൊണ്ടുണ്ടാവും. അതായത് ക്യൂ നിന്നിട്ട് പടം കാണുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ എന്താ പറയാ, ഇനി നമ്മുടെ നേരെ ഇറങ്ങിയത് ഇപ്പൊ ഈ അടുത്ത് ഇറങ്ങിയത് ഡിസംബറിൽ. അത് കഴിഞ്ഞിട്ട് തൊട്ട് വരാൻ പോണ പടമാണ് വാലിബൻ. വാലിബൻ എന്തായാലും നല്ല പ്രതീക്ഷ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരു പടമാണ്. അതുകൊണ്ട് ആ പടം ഭീകരമാവുന്നുള്ളതിൽ യാതൊരു വക സംശയവും എനിക്ക് തോന്നുന്നില്ല. നിനക്ക് എന്താ തോന്നണേ? എനിക്ക് തോന്നുന്നത് കണ്ടറിയാന്ന് പറയില്ല. ഇപ്പോഴും ഒരു എന്താണെന്ന് ഉദ്ദേശിക്കണേന്ന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഒരു അമിതമായിട്ട് പ്രതീക്ഷിച്ചൊരു ഒടിയൻ പ്രതീക്ഷിക്കണ്ട, നല്ലൊരു പടം ആവട്ടെ, നമുക്ക് തിയേറ്ററിൽ കണ്ട എൻജോയ് ചെയ്യാം. ഇപ്പോൾ ഒരു പ്രതീക്ഷ എനിക്കില്ല. ഞാൻ പടം കണ്ടതിന് ശേഷം മാത്രമേ ആഘോഷിക്കുള്ളൂ. തീരെ എക്സ്പെക്ടേഷൻ വെക്കാണ്ട് പടം കാണുള്ളൂ. പടം കണ്ടിട്ട് അത് നല്ലതാണെങ്കിൽ ആഘോഷിക്കുക, അല്ലെങ്കിൽ വിഷമിക്കാൻ വയ്യ. കാരണം ആ സമയത്ത് അതുപോലത്തെ 2-3 പടങ്ങൾ, ഒരു കുഞ്ഞാലി മരക്കാറ്, അതൊക്കെ കുഞ്ഞാലി മരക്കാരൊക്കെ എന്തായാലും നമ്മള് ഇടിച്ചു കുത്തി കേറി. ആ സമയത്തൊക്കെ ലാലേട്ടൻ അത്രയും പീക്ക് ലെവല. ഇപ്പൊ പക്ഷെ എന്താ പറയാ, പൊതുവെ മമ്മൂക്ക എന്നുള്ള ഒരു ഇതില് കുറെ മാഗസീനുകളിലും കുറെ ഇതിലൊക്കെ സർവേ ഫലം വന്നിരുന്നു. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു മമ്മൂക്കയുടെ കാലഘട്ടമായി എന്ന് പറയുന്ന പോലെയാണ് ആയിരുന്നു. പക്ഷെ ലാലേട്ടൻ, ഞാൻ പറഞ്ഞില്ലേ, ലാലേട്ടൻ ജയിലറിൽ ഒരു 5 മിനിറ്റ് ഉണ്ടായപ്പോ തീയാണ് ആ മനുഷ്യൻ നിന്ന്. അല്ല, നമ്മള് ആസ്വദിച്ചു. ലാലേട്ടൻ ഒരു പടത്തിൽ ഇതായാൽ മതി, സെറ്റ് ആയാൽ മതി, പിന്നെ വേറെ ലെവലായിരിക്കും. അതിൽ യാതൊരു വക സംശയമില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം.